ഐഡിയ ഫ്രണ്ട്സ്, നമുക്കിന്ന് മൾബറി ജാം ഉണ്ടാക്കാം. ആദ്യം കുറച്ച് മൾബറി എടുത്തിട്ടുണ്ട് ഞാൻ. അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നല്ല പേസ്റ്റായിട്ട് എടുക്കണം. കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഞാൻ മൾബറിയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം അടുപ്പ് കത്തിക്കുക. നമ്മൾ ഈ ജ്യൂസ് നന്നായിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി അത് കുറച്ച് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ 4-5 സ്പൂണോളം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് അതിൻ്റെ വെള്ളം ആവശ്യം വറ്റി വരുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കാണ്ടിരിക്കാനാണ് എപ്പോഴും ഇളക്കണമെന്ന് പറയുന്നത്. ഇളക്കി വരുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത്ര പോരാ, ഇനിയും തിക്കായിക്കൊണ്ട് തന്നെ അതിരിക്കണം. എത്രത്തോളം തിക്കാവുന്നോ അത്രത്തോളം നന്നായിരിക്കും. ഇതിപ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗം തിക്കായി, എന്നിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമുണ്ട്. കുറച്ചുകൂടെ വെള്ളം വറ്റും. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി അതിൻ്റെ വെള്ളമെല്ലാം മാറി ജാമായിട്ടുണ്ട്. നല്ല കട്ടിക്കായിരിക്കും. നമ്മുടെ സ്വാദിഷ്ടമായ മൾബറി ജാം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. Thank you for your support.